നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് ആൻഡ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആർട്ടിക്കിൾസ് ആണ്. തരത്തിലുള്ള ഫസ്റ്റ് ആർട്ടിക്കിൾ, സുപ്രീം കോർട്ട് ടു ലിസ്റ്റ് ബിഫോർ പോൾസ് പ്ലീസ് ടു വെരിഫൈ കൗണ്ട് ഇൻ ഓൾ EVMs എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളുടെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2 ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ആർട്ടിക്കിളിനെ നമ്മൾ എക്സാമിന് വ്യൂ പോയിന്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ EVMസും അതേപോലെ തന്നെ VVPAT മെഷീനെ കുറിച്ചിട്ടും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാമിന് വ്യൂ പോയിന്റിൽ എന്താണ് ഈ ഒരു രണ്ട് എക്യുപ്മെന്റ്സ് മീൻസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നാണ് നമുക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കൃത്യമായിട്ടും എക്സാമിന് വ്യൂ പോയിന്റിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട്, കാരണം ഇപ്പം ഈ ഒരു വർഷങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, അതോടൊപ്പം തന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ DNA ക്ലാസ്സുകളിലും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സജസ് ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷന് പുതിയ ഈ പറഞ്ഞ പോലെ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയൊക്കെ ആ ഒരു അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാരണം ഈ വർഷത്തെ പ്രിലിംസിനകത്ത് നമുക്ക് ഇലക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു ചോദ്യം ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യത്തിനകത്ത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേണമെങ്കിൽ എന്താകാം, ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിനെ കുറിച്ചിട്ടും ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പഠിക്കാം. സോ EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇസ് എ ഡിവൈസ് യൂസ് ടു റെക്കോർഡ് വോട്ട്സ് ഇലക്ട്രോണിക്കലി. അപ്പോൾ അതായത് ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1982 ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് പറവൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഉപയോഗം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നീട് 98-ൽ നടന്ന 1998-ൽ നടന്ന ഈ പറഞ്ഞ പോലെ ഇലക്ഷൻസിലൊക്കെ തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സിൻസ് 1998 ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ഇൻക്രീസിംഗ്ലി യൂസ് EVMസിന്റെ ഈ പറഞ്ഞ പോലെ ഉപയോഗം വർദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ 2003 ഓൾ സ്റ്റേറ്റ് ഇലക്ഷൻസ് ഈ പറഞ്ഞ പോലെ എന്തുപയോഗിച്ചാണ് കണ്ടക്ട് ചെയ്തത്, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഉപയോഗിച്ച് കണ്ടക്ട് ചെയ്തു. 2004 നടന്ന ലോക്സഭാ ഇലക്ഷൻസിലൂടെയാണ് ഈ പറഞ്ഞ പോലെ ഇനി മുതൽ ലോക്സഭാ ഇലക്ഷൻസിലൊക്കെയാണെങ്കിലും EVMs മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ മാറുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ 2004 ഒരു ലോക്സഭാ ഇലക്ഷനാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ അത് തെറ്റാണ്. കാരണം 1982-ലെ കേരളത്തിലെ പറവൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടന്ന ഒരു ബൈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഇലക്ഷൻസിനകത്താണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ടെസ്റ്റിംഗ് ഫേസ് എന്നുള്ള നിലയിൽ EVMന് ഉപയോഗം തുടങ്ങുന്നത്. അത് പിന്നീട് വ്യാപകമായി 2004-ലാണ് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഈ പറഞ്ഞ പോലെ ലോക്സഭാ ഇലക്ഷൻസിലൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ EVMs ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യം ഓർക്കുക. 2003 ഇവിടെ നടന്ന എല്ലാ സ്റ്റേറ്റ് ഇലക്ഷൻസിലും ഒക്കെ തന്നെ അല്ലെങ്കിൽ ബൈ ഇലക്ഷൻസിലും ഒക്കെ തന്നെ നമ്മൾ EVMs ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് കൃത്യമായിട്ടും എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കിയിരിക്കാം. ദെൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്കലി ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടൊക്കെയായിരുന്നു ഇലക്ഷൻസ് മീൻസ് വോട്ടിംഗ് ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ബാലറ്റ് പേപ്പർ ഒക്കെ ഉപയോഗിച്ച് നടത്തുമ്പോഴേക്കും വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാം. ഒന്ന് ഈ പറഞ്ഞ പോലെ പേപ്പറിന്റെ ഉപയോഗം നമുക്ക് വർദ്ധിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് കൗണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടാസ്കും ഉണ്ട്. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇലക്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് നാളുകളൊക്കെ എടുത്തിട്ടായിരുന്നു പലപ്പോഴും അതിന്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. സോ ആ ഒരു ടൈം ലാഗ് കുറയ്ക്കാനായിട്ട് ഇതിന് സഹായിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക്, അത് മീൻസ് ബെനിഫിറ്റ്സും കൺസേൺസും കൂടെ അറിഞ്ഞിരിക്കണം. ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ആണ്. ആക്യുറസി കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കമ്പയർഡ് ടു പേപ്പർ ബാലൻസിനെ അപേക്ഷിച്ച് ഈ പറഞ്ഞ പോലെ ആക്യുറസി കുറച്ചുകൂടെ കൂട്ടാൻ സാധിക്കുന്നുണ്ട്. ദെൻ എഫിഷ്യൻസി മേക്കിംഗ് ഇറ്റ് ഫാസ്റ്റർ ആൻഡ് മോർ എഫിഷ്യൻ, പെട്ടെന്ന് തന്നെ റിസൾട്ടും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ട്രാൻസ്പെറൻസി ഈ പറഞ്ഞ എസ്പെഷ്യലി ട്രാൻസ്പെറൻസിയുടെ ഒരു എക്യുപ്മെന്റ് കയറി വരുന്നത് VVPAT മെഷീൻസിന്റെ ഉപയോഗത്തോടു കൂടിയാണ്. നമുക്ക് വോട്ട് ചെയ്യുന്ന ആർക്കാണെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് VVPAT മെഷീൻസ് എന്ന് പറയുവാണെങ്കിൽ. സോ ട്രാൻസ്പെറന്റ് ആണ്. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഉണ്ട്. കാരണം പേപ്പറുകളും കാര്യങ്ങളൊന്നും പ്രിന്റ് ചെയ്യേണ്ട, അത് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവിലേക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിനൊക്കെ ബേസിക് ബെനിഫിറ്റ്സ് ആയിട്ട് പറയപ്പെടുന്നത്. ഇനി ഇതിന്റെ കൺസേൺസ് എന്ന് പറയുമ്പോഴേക്കും ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, അത് ഏതൊരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണെങ്കിലും അതിന് ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ട്രാൻസ്പെറൻസി ഫോർ ബോത്ത് ബെനിഫിറ്റ്സിനകത്ത് നമുക്ക് പറയേണ്ടതായിട്ട് വരും, കൺസേണിനകത്തുണ്ട്. കാരണം ഇതിന്റെ അകത്ത് നടക്കുന്ന വോട്ടിംഗ് മെക്കാനിസംസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അപ്പൊ അത് കുറച്ചുകൂടെ വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ റിലയബിലിറ്റി, ഇതിന്റെ ടെക്നിക്കൽ മാൽ ഫംഗ്ഷൻ, ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ സംശയങ്ങളൊക്കെ തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു റിലയബിലിറ്റിയുടെ ഇഷ്യൂസ്, ദെൻ ട്രസ്റ്റിന്റെ ഇഷ്യൂസ്, ഇതൊക്കെയാണ് ബേസിക്കലി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നേരിടുന്ന കൺസേൺസ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കാം. ഇനി അടുത്തതാണ് VVPAT മെഷീൻസ് അഥവാ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ എന്നുള്ളതാണ് VVPAT. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. സോ നമ്മൾ
പറഞ്ഞു. ലോക്സഭ ഇലക്ഷൻസിനാണെങ്കിൽ 2004 തൊട്ടിട്ടാണ് നമ്മൾ വ്യാപകമായിട്ട് നമ്മുടെ EVM മെഷീൻസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. എന്നാൽ അതിനുശേഷം 2013 തൊട്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ VVPAT മെഷീൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് VVPAT മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് നമ്മുടെ നാഗാലാൻഡിലെ നോക്സൺ അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിൽ നടന്ന ഒരു ബൈ ഇലക്ഷനിലാണെന്നുള്ളൊരു കാര്യം ഓർത്തു വെച്ചേക്കാം. അത് 2019 ലോക്സഭ ഇലക്ഷൻസ് മുതലാണ് VVPAT മെഷീൻസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോക്സഭ ഇലക്ഷൻസിൽ ഈ പറഞ്ഞ പോലെ VVPAT മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങി 2019-ലും ലോക്സഭ ഇലക്ഷൻസിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് 2004 തൊട്ടാണെന്നുള്ളൊരു കാര്യം ഓർത്തു വെച്ചേക്കാം. സോ ഈ ഒരു VVPAT മെഷീനൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഇതാണ് പിക്ചർ. ബേസിക്കലി ഈ ഒരു എക്യുപ്മെന്റ്, ഈ ഒരു 1-ഉം അതേപോലെ തന്നെ 2-എന്നും എഴുതിയിരിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഭാഗമായിട്ട് മാറുന്നത്. ഈ ഒരു മെഷീനാണ് 3rd എഴുതിയിരിക്കുന്ന ഈ ഒരു മെഷീനാണ് VVPAT മെഷീനായിട്ട് മാറുന്നത്, അഥവാ വോട്ടർ വേരിഫയബിൾ പേപ്പർ റോൾ ട്രെയിൽ സെക്കൻഡ് സിസ്റ്റമായിട്ട് മാറുന്നത്. സോ ഈ ഒരു മെഷീനകത്ത് നമ്മളിവിടെ വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോഴേക്കും അത് കൃത്യമായിട്ടും ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയെന്നുള്ള കാര്യം നമ്പർ കൃത്യമായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത് ഏകദേശം 7 സെക്കൻഡിലേക്ക് നിൽക്കുള്ളൂ. 7 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി ആ മെഷീൻ്റെ അകത്തേക്ക് ആ പേപ്പർ കഷ്ണം പോവുകയും അത് പിന്നീട് ഈ പറഞ്ഞ പോലെ സാമ്പിളിന് വേണമെങ്കിൽ എടുത്ത് നോക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ എന്തായാലും 7 സെക്കൻഡിലേക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അടുത്തയാൾ വോട്ട് ചെയ്യാൻ വരുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് പോയിട്ടുണ്ടാവും. സോ ഈ ഒരു മെഷീൻ ഈ പറഞ്ഞ പോലെ ആർക്ക് മാത്രമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോളിംഗ് ഓഫീസേഴ്സിന് മാത്രമേ VVPAT മെഷീൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി മുതൽ ഇലക്ഷൻസിൽ ഈ പറഞ്ഞ VVPAT മെഷീൻസ് ഉപയോഗിക്കണം എന്നുള്ള സുപ്രീം കോടതി റൂളിംഗ് അറിഞ്ഞിരിക്കണം. 2013-ലെ സുബ്രഹ്മണ്യം സ്വാമി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റൂളിംഗിലാണ് സുപ്രീം കോടതി പറഞ്ഞത് എംഫസൈസ് നെസസിറ്റി ഓഫ് ഇംപ്ലിമെന്റിംഗ് VVPAT മെഷീൻസ് ഇൻ ഇലക്ഷൻസ് കണ്ടക്ടഡ് ത്രൂ EVMs ഉപയോഗിക്കുന്ന ഇലക്ഷൻസിൽ VVPAT മെഷീനും വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരു കേസ് ഏതാണ്? സുബ്രഹ്മണ്യം സ്വാമി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇങ്ങനെയുള്ള കേസുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ റീസെന്റ് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നും ചോദിക്കുന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. ഇങ്ങനെയുള്ള കേസുകളും അതിന്റെ കറസ്പോണ്ടിങ് ജഡ്ജ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇലക്ഷന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിലും ഈ ഒരു പോയിന്റും ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ചും അല്ലെങ്കിൽ VVPAT മെഷീനെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. രണ്ടാമത്തെ ഒരു ആർട്ടിക്കിളാണ്, ന്യൂസ് പേപ്പറിനകത്ത് ഉണ്ടായിരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് പത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മോസ്റ്റ് ഓഫ് ദി ന്യൂസ് ഈ പറഞ്ഞ പോലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പത്രത്തിലുള്ള വാർത്തകൾ നമുക്ക് അധികം നമുക്ക് UPSCക്ക് ആവശ്യമായിട്ട് വരത്തില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് സെർച്ച് ചെയ്ത് അത് വായിച്ച് പോവുക. അത് അധികം സമയം എടുക്കാണ്ട് തന്നെ വായിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. സോ രണ്ടാമത്തെ ആർട്ടിക്കിളാണ് ന്യൂക്ലിയർ പവർ ഇസ് കീ ടു ദ ഡെവലപ്മെന്റ് സെയ്സ് സ്റ്റഡി എന്നുള്ളതാണ് ആർട്ടിക്കിളിനെ സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾ ന്യൂക്ലിയർ പവറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3-ക്കകത്ത് വരുന്ന എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള എനർജി എന്നുള്ള കൺസെപ്റ്റിനകത്താണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം റീസെന്റ് ഇവിടെ നടന്ന ഒരു പഠനത്തിന്റെ ഒരു സ്റ്റഡിയുടെ പശ്ചാത്തലത്തിലാണ്. ആൻഡ് ദാറ്റ് സ്റ്റഡി വാസ് കണ്ടക്ടഡ് ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്. അവർ IIM അഹമ്മദാബാദ് നടത്തിയ ഒരു പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ വന്നൊരു ആർട്ടിക്കിളാണ്. ഈ ഒരു പഠനത്തിനകത്ത് പറയും നമ്മളിപ്പോൾ 2047 ഡെവലപ്ഡ് കൺട്രി ആയിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 2070 നമ്മൾ നെറ്റ് കാർബൺ ന്യൂട്രൽ അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് ഈ പറഞ്ഞ പോലെ മാറാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു രണ്ട് പാതയിലേക്ക് നമ്മളെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും ന്യൂക്ലിയർ പവറിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും എന്നുള്ളതാണ് കൃത്യമായിട്ടും പറയുന്നത്. ആ പാതയിൽ ആ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് നമ്മൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇച്ചിരി ബാക്കിലാണ് നിൽക്കുന്നത്. അത് ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഈ രണ്ട് ഗോൾസും ഈ പറഞ്ഞ പോലെ ഇച്ചിരി അച്ചീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിലെ കുറച്ച് കാര്യങ്ങൾ നോക്കി പോകാം. സോ ന്യൂക്ലിയർ എനർജി ഈസ് എ 5th ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ഇന്ത്യ. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നോക്കുവാണെങ്കിൽ 5th ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ന്യൂക്ലിയർ എനർജി എന്നുള്ള കാര്യം ഓർക്കാം. മേക്കിംഗ് ഓവർ അബൌട്ട് 3%, അപ്രോക്സിമേറ്റ്ലി 3% ഇന്ത്യ ടോട്ടൽ ഇലക്ട്രിസിറ്റി ജനറേഷന്റെ 3% അടുത്താണ് നമ്മൾ എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്? ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് 22 ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, 7 ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലായിട്ട് 22 ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ് ഇന്ത്യക്ക് ഉള്ളതെന്നുള്ള കാര്യം ഓർക്കുക. ജനറേറ്റിംഗ് അപ്രോക്സിമേറ്റ്ലി 6780 മെഗാവോൾട്ട് ഓഫ് ന്യൂക്ലിയർ പവർ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇലക്ട്രിസിറ്റി ബേസിക്കലി ടോട്ടൽ ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ എത്രമാത്രമാണ് വരുന്നത്? അപ്രോക്സിമേറ്റ്ലി 3% ആണ് വരുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇവിടെ നിന്ന് ന്യൂക്ലിയർ എനർജിയുടെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യമാണ്. സോ എന്തായാലും നമുക്കറിയാം ന്യൂക്ലിയർ എനർജി കംസ് ഫ്രം ദ സ്പ്ലിറ്റിംഗ് ഓഫ് ആറ്റംസ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ടു ഹീറ്റ് വാട്ടർ ഇൻ ടു സ്റ്റീം. അതായത് ഇവിടെ നിന്ന് എങ്ങനെയാണ് കറണ്ട് ഉത്പാദിപ്പിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷനും ന്യൂക്ലിയർ ഫിഷൻ ഒക്കെ ബേസിക്കലി പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ തന്നെ മെയിൻലി ഒക്കെ ചെയ്യുന്ന ന്യൂക്ലിയർ ഫിഷൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു റിയാക്ഷനും അതിന്റെ പശ്ചാത്തലത്തിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ആറ്റംസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേക്കും ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? വെള്ളം ചൂടാക്കുന്നു, വാട്ടർ. ആ ഒരു ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് വാട്ടർ നമ്മൾ ഹീറ്റപ്പ് ചെയ്യുന്നു. സോ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റീം ഉപയോഗിച്ചിട്ട് ടർബൈൻ റൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് കമ്പാരിറ്റീവ്ലി മറ്റ് പറഞ്ഞ പോലെ എനർജി സോഴ്സ് കമ്പയർ ചെയ്യുമ്പോഴേക്കും വേസ്റ്റ് ഒക്കെയാണെങ്കിലും ജനറേറ്റ് ചെയ്യുന്നത് വളരെയധികം ലോ ആയിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ സ്മോളർ ലാൻഡ് ഫുട് പ്രിന്റ് ആണെങ്കിലും ഇതിന് മതിയാന്നുള്ള കാര്യമാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയപ്പെടുന്നത്. എന്തായാലും
എന്തായാലും ഇന്ത്യ റാങ്ക്സ് തേർഡ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ വേൾഡ് വൈഡ്. ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷന്റെ കാര്യത്തിലേക്ക് ഇന്ത്യ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ദെൻ ന്യൂക്ലിയർ എനർജി ഇന്ത്യസ് ഫിഫ്ത്ത് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ഇന്ത്യ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും നമുക്ക് ഈ ന്യൂക്ലിയർ റിയാക്ഷന് വേണ്ടി സഹായിക്കുന്ന രണ്ട് ഫ്യൂവൽ മെറ്റീരിയൽസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഒന്ന് യുറാനിയവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തോറിയം. ഇതിനകത്ത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള തോറിയം മെറ്റീരിയൽ ആണ്. പക്ഷേ ന്യൂക്ലിയർ ഫ്യൂവൽ ആയിട്ട് നമുക്ക് ഡയറക്ട്ലി ഒരിക്കലും ഈ പറഞ്ഞ പോലെ തോറിയം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഡയറക്ട്ലി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് യുറേനിയമാണ്. പക്ഷേ യുറേനിയം ഡിപ്പോസിറ്റ് ഇന്ത്യയിൽ വളരെയധികം കുറവാന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മെയിൻലി ഇന്ത്യയിലെ യുറാനിയം ഡിപ്പോസിറ്റ്സ് കാണപ്പെടുന്ന മേഖലകളാണ് ഈ മാപ്പിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതും അറിഞ്ഞിരിക്കണം, കാരണം ചോദ്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ ഒരു യുറേനിയം ഓർ മൈനിങ് പ്രോസസിംഗ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് ജദുഗഡയിലാണെന്നുള്ള കാര്യം ഓർക്കുക. ജാർഖണ്ഡ് ബെൽറ്റിലുള്ള ഒരു റീജിയൻ ആണ്. 1968 നമ്മൾ അവിടെ ഒരു മൈനിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ആ ഒരു ജദുഗഡയിൽ ബേസിക്കലി ആ ഒരു ജാർഖണ്ഡ് ബെൽറ്റിൽ യുറേനിയം ഡിപ്പോസിറ്റ്സ് കണ്ടെത്തുന്ന 1951 ആ ഒരു പീരീഡിലെന്നുള്ള കാര്യം ഓർക്കുക. പ്രധാനമായിട്ടും ഇന്ത്യയിൽ യുറേനിയം ഡിപ്പോസിറ്റ്സ് കാണപ്പെടുന്നത് ഇവിടെ മേഘാലയയിലുണ്ട്, നോർത്ത് ഈസ്റ്റ് റീജിയനിലെ മേഘാലയയിലും, പിന്നെ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബെൽറ്റിലും, പിന്നെ ഈ പറഞ്ഞ പോലെ ആന്ധ്രാപ്രദേശ് റീജിയന്, ദെൻ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഡിപ്പോസിറ്റുകൾ കർണാടകയും അതേപോലെ രാജസ്ഥാൻ റീജിയനിലും കാണപ്പെടാറുണ്ട്. മെയിൻലി ഈ പറഞ്ഞ പോലെ ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് ബെൽറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് യുറേനിയം ഇന്ത്യ പ്രധാനമായിട്ടും ഡിപ്പോസിറ്റ് കണ്ടെത്തിയിരിക്കുന്ന കാര്യം ഓർക്കുക. ബാക്കി പറഞ്ഞ പോലെ മേഘാലയ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, മൈനറായിട്ട് വേണമെങ്കിൽ പറയാം. മേഘാലയ കേന്ദ്രീകരിച്ചും പിന്നെ കർണാടകത്തിലും രാജസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് യുറേനിയം ഡിപ്പോസിറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, യുറേനിയവും തോറിയം കമ്പയർ ചെയ്യുമ്പോൾ യുറേനിയം മാത്രമേ നമുക്ക് ഡയറക്ട്ലി ന്യൂക്ലിയർ ഫ്യൂലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി രണ്ടാമതായിട്ടുള്ള തോറിയം ഡിപ്പോസിറ്റ്സ്. തോറിയം ഡിപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴേക്കും ചവറ റീജിയനിൽ ഈ പറഞ്ഞ പോലെ കണ്ടിട്ടുണ്ടാവും. ചവറ റീജിയനിലൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെ തോറിയം ഈ പറഞ്ഞ പോലെ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഇന്ത്യക്ക് നല്ലൊരു തോറിയം ഡിപ്പോസിറ്റ്സിന്റെ അവൈലബിലിറ്റി ഉണ്ട്. സോ ഇന്ത്യയിൽ പ്രധാനമായിട്ട് തോറിയം കണ്ടെത്തുന്ന ഈ കേരള ചവറ റീജിയനിൽ, പിന്നെ ആന്ധ്രാപ്രദേശ്, ദെൻ ഒഡീഷ, ദെൻ ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കേരള മേഖലകൾ കേന്ദ്രീകരിച്ച്, കേരള തമിഴ്നാട് മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് തോറിയം ഡിപ്പോസിറ്റ്സ് കാണപ്പെടുന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് യുറേനിയത്തെക്കാളും ഉള്ളത് തോറിയമാണ്. പക്ഷേ തോറിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്ട്ലി ഫ്യൂവലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുമില്ല. ഓക്കെ, എന്തായാലും ഇത്രയും പോയിന്റ് ആണ് നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റ്, ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ആയിരുന്നു, എന്തായാലും നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റ് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ടേണിംഗ് ദ സ്പോട്ട്ലൈറ്റ് ഓൺ ദ അർബൻ പൂവർ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സ് വ്യൂ പോയിന്റിലായിരിക്കും ഈ ഒരു ആർട്ടിക്കിളിനെ എക്സാമിന് വ്യൂ പോയിന്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു ആർട്ടിക്കിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലും ഈ ഒരു ഇതിന്റെ മെയിൻ തീം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ആർട്ടിക്കിൾ എന്തായാലും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് എന്നുള്ളതാണ്, റിലീസ്ഡ് ബൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ഒക്കെ റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട്. നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എംപ്ലോയ്മെന്റിനകത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റിനെ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള കാര്യമൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ് മെയിൻലി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ അന്നത്തെ ആ ഒരു ആർട്ടിക്കിളിനകത്ത് ഇല്ലാത്ത 1-2 കാര്യങ്ങൾ പുതിയതായിട്ട് ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട്. അത് നമുക്കൊന്ന് ബേസിക്കലി നോക്കിപ്പോകാം. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഗ്രോവിംഗ് അൺഎംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത് പുവർ എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ്, അൺഎംപ്ലോയ്മെന്റിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പുവർ എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് എന്നുള്ള കാര്യം. സോ ഈ എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ജോലി സ്ഥലങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഡിക്ലൈനിങ് വേജസ്, സാലറി കാര്യങ്ങളിലുള്ള ഡിക്ലൈൻ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻക്രീസ്ഡ് സെൽഫ് എംപ്ലോയ്മെന്റ് എമംഗ് വുമൺ, ഹയർ പ്രൊപ്പോർഷൻ ഓഫ് അൺപെയ്ഡ് ഫാമിലി വർക്ക് എമംഗ് യൂത്ത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് വർദ്ധിക്കാനായിട്ടുള്ള ഇടയാക്കുന്നു എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി അതേപോലെ തന്നെ യൂത്ത് ആണ് ഇന്ത്യയിൽ 83%, ഈ അൺഎംപ്ലോയ്മെന്റ് 83% ആരാണ്, യൂത്ത് ആണെന്നുള്ള കാര്യം ഓർക്കാം. ഇത് നിങ്ങൾക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിളുമായിട്ട് കണക്ട് ചെയ്യാം. എസ്പെഷ്യലി ആ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്ത ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഡേറ്റ റിപ്പോർട്ടുമായിട്ട് ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം സൗത്ത് ഏഷ്യൻ റീജിയനിൽ എസ്പെഷ്യലി ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിൽ അത്ര നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇന്നത്തെ വേൾഡ് ബാങ്ക് റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ഏകദേശം ആ ഒരു ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് റിലീസ്ഡ് ബൈ ILOയും കോറിലേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ യൂത്ത് എംപ്ലോയ്മെന്റ് ചലഞ്ചസ്, യൂത്തിന്റെ കാര്യത്തിൽ എംപ്ലോയ്മെന്റ് ചലഞ്ചസ്, അൺഎംപ്ലോയ്മെന്റ് 83% എന്ന് പറഞ്ഞു. ഇത് തന്നെ ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേറ്റഡ് യൂത്ത്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഹയർ ലെവൽ ഓഫ് ജോബ്ലെസ്നെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ് എഡ്യൂക്കേറ്റഡ് യൂത്ത് ആണെന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഔട്ട് മൈഗ്രേഷൻ ഒരുപാട് വർദ്ധിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അടുത്തായിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു മൈഗ്രേഷൻ വ്യൂ പോയിന്റിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഈസ്റ്റേണും നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ നിന്നൊക്കെ തന്നെ, ഇന്ത്യയുടെ ഈസ്റ്റേണും നോർത്ത് ഈസ്റ്റേണും അതേപോലെ സെൻട്രൽ റീജിയനിൽ നിന്നും ഒക്കെ തന്നെ ആളുകൾ എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, സദേൺ റീജിയൻ, വെസ്റ്റേൺ ആൻഡ് നോർത്തേൺ റീജിയൻസിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് വേജസിന്റെയും വർക്ക് എംപ്ലോയബിലിറ്റിയുടെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ നോർത്ത് ഈസ്റ്റേണും അതേപോലെ സെൻട്രൽ റീജിയനിൽ നിന്നൊക്കെ തന്നെ ആളുകൾ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇന്ത്യയുടെ സദേൺ, വെസ്റ്റേൺ ആൻഡ് നോർത്തേൺ പാർട്സുകളിലേക്ക്, എസ്പെഷ്യലി കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിന് കാരണം റീജിയണൽ ഡിസ്പാരിറ്റീസ് ആണ്. മെയിൻലി ഈ പറഞ്ഞ പോലെ
നമ്മുടെ ഈ പറഞ്ഞ നോർത്തേൺ അല്ലെങ്കിൽ സെൻട്രൽ റീജിയൻസ് ഒക്കെ ആയ ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഇവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഈ പറഞ്ഞ ഇന്ത്യയുടെ സദേൺ ഭാഗത്തേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മതിയായിട്ടുള്ള വേജസിന്റെ അവൈലബിലിറ്റി ഇല്ല, പിന്നെ വർക്കിന്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇന്ത്യയുടെ സദേൺ സ്റ്റേറ്റുകളിലേക്കൊക്കെ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്, മൈഗ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ വൈഡനിങ് ജെൻഡർ ഗ്യാപ്പും പറയുന്നുണ്ട്. വൈഡനിങ് ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുമ്പോഴേക്കും ഈവൻ ദോ നമ്മൾ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിനകത്ത് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് മുൻകാല വർഷങ്ങളെക്കാളും ഈ വർഷം കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും സ്റ്റിൽ അതൊരു ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അപ് ടു ദ മാർക്ക് ഓഫ് മെയിൽസിലേക്ക് എത്തിയിട്ടില്ല. പുരുഷന്മാരുടെ ആ ഒരു ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിലേക്ക് ഒപ്പത്തിലേക്ക് സ്ത്രീകൾക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. ആ ഒരു ഇതിന്റെ കുറേയധികം പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ കാരണമാണ് സ്റ്റിൽ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിനകത്ത് പുരുഷന്മാരുടെ ആ ഒരു ലെവലിലേക്ക് കയറി വരാനായിട്ട് പറ്റാതെ വരുന്നത്. ബട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, ടോട്ടൽ പോപ്പുലേഷനിൽ ഓൾമോസ്റ്റ് 50% വരെ തന്നെയാണ് സ്ത്രീകൾ തന്നെയാണെന്നുള്ളൊരു കാര്യം നോക്കുക. അപ്പൊ അങ്ങനെയുള്ള ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഇക്വാളിറ്റീസ് ഈ പറഞ്ഞ പോലെ സ്റ്റിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. സോ ഇതൊക്കെ കാരണമാണ് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് ലെവൽ വർദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യം ആണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്